ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ സിറ്റി 2 നമ്മുടെ M5 സ്റ്റിക്കർ ഒട്ടിക്കാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പോൾ സ്റ്റിക്കർ ഒട്ടിച്ചതിന് ശേഷം ഞാൻ നേരെ നമ്മുടെ സിറ്റി 2 പുതിയ വീട്ടിലേക്ക് ഞാൻ വന്ന്. ഇതാണ് ആ വീട്. എന്തായാലും വന്ന സ്ഥിതിക്ക് വൈകുന്നേരം തിരിച്ച് സിറ്റി 1 പോകാമെന്ന് ഞാൻ വിചാരിച്ചത്. എന്തായാലും അപ്പോഴാണ് നമ്മുടെ ഫ്രണ്ട് വിളിച്ചിട്ട് പറയണത് ചെക്കൻ കറങ്ങാൻ പോണമെന്ന്. അപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല, അപ്പം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്തായാലും ഇനി നമുക്കിവിടുന്ന് നേരെ അവൻ താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് നമുക്ക് പോവാം. നമ്മുടെ വണ്ടി ഫുൾ സീനാക്കിയിട്ടുണ്ട്. സ്റ്റിക്കറൊക്കെ ഇതാണ് കേട്ടോ, ഇതാണ് നമ്മുടെ സ്റ്റിക്കർ. ഓക്കെ, ഇനി എന്തായാലും നമുക്ക് ഇവിടുന്ന് നേരെ സിറ്റി 1 അവൻ്റെ ഫ്ലാറ്റിലേക്ക് പോകണം. ഓക്കെ, നമുക്ക് എന്തായാലും ഇവിടുന്ന് നേരെ സിറ്റി 1 പോകാം. ഓക്കെ, സ്റ്റിയറിങ്ങിന് എന്തോ ഒരു കുലുക്കുണ്ട്, എന്തിൻ്റെയാന്ന് അറിയൂല. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. ഇന്നിപ്പോൾ എന്തായാലും ഒരു വെറൈറ്റി റൂട്ട് പിടിക്കാം. ഞാൻ എപ്പോൾ ഇങ്ങോട്ട് വന്നാലും തിരിച്ചു പോകുന്നത് ഈ ഒരു ലെഫ്റ്റ് എടുത്തിട്ടാണ്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോകാം, വെറൈറ്റി ആയിക്കോട്ടെ. എന്തായാലും നമുക്കിവിടെ നേരെ തിരിഞ്ഞും വളഞ്ഞൊക്കെ പോകണം. ഓക്കെ, നല്ല സ്പീഡുള്ള വണ്ടിയാണിത്. ഈ വളവിലൊക്കെ എവിടെയെങ്കിലും കയറി ഇടിക്കുമെന്നാണ് എൻ്റെ പേടി. എവിടെയെങ്കിലും കുരയും എന്തായാലും. പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്കൊരു ഇടി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അത് കാര്യമാക്കണ്ട, നമുക്ക് നേരെ ഇവിടെ പോവാം. എന്തായാലും ഇവിടെയൊക്കെ എന്തോ ഒരു സ്റ്റെക്കിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒന്നും കാണുന്നില്ല. ശരി, അങ്ങോട്ട് പോകുമ്പോൾ ശരിയാവായിരിക്കും. നോക്കെന്തായാലും ഓക്കെ. എന്തായാലും ഇവിടെ എന്തോ ബഗ് അടിച്ച് നിൽക്കാന്നുണ്ട്, കാരണം അത് ഇവിടെ ഒന്നും കാണുന്നില്ല. ഗെയിമിൻ്റെ ഒരു സീനാണ് അത്. എനിക്ക് ഫോണിൽ കളിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു സീൻ വരലുണ്ട്. അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്താണ് ഇപ്പോൾ കളിക്കൽ. എന്താ കുഴപ്പമെന്ന് എനിക്ക് അറിയണില്ല. ഓക്കെ, എന്തായാലും വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് നേരെ സിറ്റി 1 പോവാം. ഞാൻ എന്തായാലും അവിടെ എത്തിയിട്ട് കാണിക്കാം. ഓക്കെ ഗൈസ്, എന്തായാലും ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇതാണെന്ന് തോന്നണം അവൻ്റെ ഫ്ലാറ്റ്. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ, അവന് ഇവിടെ തന്നെ ഉണ്ടാവും ചിലപ്പോൾ. എൻ്റെ അടുത്ത് അവൻ ഫ്ലാറ്റിൽ വന്ന് നിൽക്കാനാണ് പറഞ്ഞത്. എന്തായാലും നമുക്കിവിടെ വണ്ടി എടുത്തിട്ട് അവിടെ പോയി നോക്കാം. എന്തായാലും അവിടം വരെ പോയിട്ട് അവനെ ഫോണിൽ വിളിക്കണം നല്ലത്. ഇനി അവിടം വരെ കയറണ്ടേ. നമുക്ക് എന്തായാലും ഇവിടുന്ന് അവനെ വിളിച്ചിട്ട് വരാം ഗൈസ്. എന്തായാലും ഞാൻ അവനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഓക്കെ ഗൈസ്, എന്തായാലും അവൻ വന്ന് വണ്ടി കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമുക്കിവിടെ നേരെ കറങ്ങാൻ അങ്ങോട്ട് പോയേക്കാം. എന്തായാലും ഫുള്ളി സെറ്റ് വണ്ടിയാട്ടത്. ലുക്ക് അങ്ങോട്ട് മാറിപ്പോയി, പുതിയ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചപ്പോൾ. ഓക്കെ, ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് നേരെ നമുക്ക് കറങ്ങാൻ പോവാം. ഞാനിങ്ങോട്ട് വന്നപ്പോൾ നല്ല സ്പീഡിലാണ് വന്നത്. അതിൻ്റെ ചെറിയ പെറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വല്ല കോളും വരുമെന്നാണ് എൻ്റെ പേടി. എന്തായാലും വേഗം പോട്ടെ, വല്ല സീൻ വരും ചിലപ്പോൾ. അയ്യോ, ഇവിടെ റോഡില്ലേ? റോഡ് ഉണ്ടായിരുന്നല്ല, അതെവിടെ പോയി? ലോഡാവാത്തതിൻ്റെ ആയിരുന്നു. എന്തായാലും ടോളിൻ്റെ പൈസ ലാഭിച്ച്. ഇപ്പം എന്തായാലും നമുക്ക് ഇവിടെ നേരെ പറപ്പിച്ചങ്ങോട്ട് വിടാം. നല്ല സ്പീഡ് തന്നെയാണ് ഞാൻ പോണേ. ഇനി ഇവിടെ ഉള്ള വളവിലൊക്കെ കയറി ഞാൻ എന്തായാലും ഇടിക്കും, അത് ഉറപ്പാണ്. അല്ലാണ്ട് തട്ടാണ്ട് മുട്ടാണ്ട് ഞാൻ ഇതുവരെ ഈ വഴി പോയിട്ടില്ല, എപ്പോഴും വണ്ടി ഇടിക്കും. ഓക്കെ, അതടിച്ചിട്ടുണ്ട്. ഒരു സാധനങ്ങൾ മറിച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാതും വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഹോബി. ഇവിടെ എത്തുമ്പോൾ എന്തായാലും ഞാൻ നല്ല സ്പീഡിലായിരിക്കും വരാം. നേരെ കൊണ്ടുപോയി ഇടിച്ചു കൊടുക്കും. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ? ഇങ്ങോട്ടാണെന്ന് തോന്നുന്നു. നേരെ പോയി നോക്കാം നമുക്ക്. എന്തായാലും ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അത് കുഴപ്പമൊന്നുമില്ല. വല്ല വഴി നമുക്ക് മാപ്പ് ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, ഇഷ്ടമുള്ള വഴി പോവാം.
എന്തായാലും ഗൈസ് നമുക്കിവിടെ വണ്ടി അങ്ങോട്ട് നിർത്തണം. കാരണം അവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് വണ്ടി ഫൈൻ അടിക്കാണ്ട് ഇനി റോട്ടിൽ ഇറക്കാത്തെന്ന്. എന്തായാലും അവിടുന്ന് പോലീസുകാരൊക്കെ പുറപ്പെട്ടിട്ടുണ്ട്. സിറ്റി 2 നമ്മൾ സ്പീഡിലാണ് വന്നത്, അതിൻ്റെയാണ് ഈ ഫൈൻ വരാൻ കാരണം. ഫൈനും അതെ നല്ല രീതിക്ക് തന്നെ പണിയും കിട്ടിയിട്ടുണ്ട്. വണ്ടി അവിടെ പിടിച്ചിടുമെന്നാണ് എൻ്റെ സംശയം. എന്തായാലും റിക്കവറി വാനിൽ കൊണ്ടുപോയാലോ എന്നാണ് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഓടിച്ചോട്ട് തന്നെ പോകണം. കാരണം എന്തായാലും വണ്ടി ഇനി റോട്ടിൽ ഇറക്കരുതെന്നാണ് പറഞ്ഞേക്കണത്. എന്തായാലും നമുക്ക് ആരെങ്കിലും വിളിച്ചു നോക്കാം. ആരുടെയെങ്കിലും ഫ്രണ്ട്സിൻ്റെയിലെങ്ങാനും റിക്കവറി വാൻ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ട്. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിക്കേണ്ടി വരും. ആരും കിട്ടിയില്ലെങ്കിൽ നമ്മ വണ്ടി റോട്ടിൽ കൂടെ തന്നെ കൊണ്ടുപോകും. എന്തായാലും നമുക്കൊന്ന് വിളിച്ചു നോക്കണം. ഞാൻ വിളിച്ചു നോക്കട്ടെ. ഓക്കെ ഗൈസ്, എന്തായാലും ഞാൻ റിക്കവറി വാനൊക്കെ വിളിച്ചു നോക്കി, ആരും വന്നില്ല. അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചു തന്നെ വന്നത്. എന്തായാലും ഇവിടെ എത്തിയിട്ട് നമ്മൾ നിർത്താണ്ട് സ്പീഡിൽ തന്നെ പോകുന്ന ഈ നാട് വിടണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇവരെല്ലാവരും കൂട്ടത്തോടെ ഇട്ട് തന്നെ പിടിച്ചു ഗൈസ്. എന്തായാലും ആ പിടിക്കണതിൻ്റെ ഒരു ഇതിൽ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ പോയി ഒരു ഇടി കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇനി ഈ ബമ്പറും മാറ്റണം, ഹെഡ്ലൈറ്റ് മാറ്റണം, പിന്നെ ഇവിടുത്തെ 2 ലക്ഷം രൂപ ഫൈൻ അടയ്ക്കണം, എല്ലാം ചെയ്യണം. ഇന്നപ്പോൾ എന്തായാലും കുറേ പൈസ പൊട്ടിയിട്ടുണ്ട്. കാരണം സ്റ്റിക്കർ ഒട്ടിച്ചതിൻ്റെ പൈസയാണ് എല്ലാതും. എന്തായാലും ഞാൻ പോയി പൈസ അടച്ചിട്ട് വരാം ഗൈസ്. എന്തായാലും ഞാൻ 2 ലക്ഷം രൂപ ഒക്കെ അടച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് വണ്ടി എടുത്ത് നേരെ റിപ്പയർ ഷോപ്പിൽ കൊണ്ടുപോകണം. ഇനി അവിടെ എത്തണോ അവർ പറയണതെന്ന് അറിയില്ല. ഓക്കെ ഗൈസ്, എന്തായാലും വണ്ടിയുടെ ഗ്ലാസ്സൊക്കെ പൊട്ടി. ഞാൻ M5 ഇതാണ് പുറത്തിറക്കാത്തത്. എപ്പോൾ പോയാലും എവിടെയെങ്കിലുമൊക്കെ ഇടിച്ചങ്ങോട്ട് നിന്നോളും. അത്ര പവർ കയറിപ്പോയി അതിൻ്റെ. എന്തായാലും നമുക്കിവിടെ നേരെ റിപ്പയർ ഷോപ്പിൽ പോവാം. വണ്ടി ഇടിക്കലൊക്കെ സ്വാഭാവികമാണ്, അതൊന്നും സീനില്ല. എന്തായാലും നമുക്കിവിടെ നേരെ വണ്ടി എടുക്കാം. നല്ലൊരു പവർ തന്നെ അതിലുണ്ട് കേട്ടോ. അതാണ് ഇങ്ങനെ ഒരു ഐഡിയ ഒക്കെ ഇടിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പ്രൊഫഷണലാന്ന് ഞാൻ തന്നെ പറയുന്നുണ്ട്. കേസ് എന്തായാലും നമുക്കിവിടെ നേരെ പുറപ്പെടാം. നല്ല സ്പീഡിൽ തന്നെ പോവാം. അല്ല വേണ്ട, അടുത്ത ഇടി അടിച്ചിട്ട് അതിനായിട്ട് കൂടുതൽ പൈസ ഇറക്കണം. ഓക്കെ, എന്തായാലും നമുക്കിവിടെ നിന്ന് നേരെ പോവാം. നേരെ പോയിട്ട് ലെഫ്റ്റിക്ക് തിരിഞ്ഞിട്ട് നമ്മുടെ CPM സർവീസ് എന്നാ കണ്ടായിരുന്നു അതിൻ്റെ പേര്. എന്തായാലും പോയി നോക്കാം. പേര് ഞാൻ മറന്നു. ഓക്കെ, ഇവിടെ കൊടുക്കണ്ട. ഇവിടെ ഞാൻ കാർ വാഷൊക്കെ ചെയ്യാൻ വേണ്ടി വരുന്ന സ്ഥലം. അവിടെ കൊടുക്കണ്ട. നമുക്ക് CPM സർവീസ് എന്ന് പറയണ എങ്ങാണ്ട് ഒരു റിപ്പയർ ഷോപ്പ് ഉണ്ട് അവിടെ. നമ്മുടെ ഡോഡ്ജ് ഡുറങ്കോ ഒക്കെ ഡെലിവറി എടുത്ത ആ ഷോറൂമിൻ്റെ തൊട്ടപ്പുറത്തുള്ള അവരുടെ തന്നെ റിപ്പയർ ഷോപ്പാണ് കേട്ടോ. ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ ഇട്ട് കൊടുക്കണം. CPM സർവീസ് എന്ന് തന്നെ കേട്ടോ പേര്. ഞാൻ വിചാരിച്ചു എനിക്ക് മാറിപ്പോയതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ ഇട്ട് കൊടുക്കണം. ഈ സാധനത്തിനെ മുകളിൽ കൊണ്ടുപോയി ഇടാം, അതാ നല്ലത്. അടിയിലൊക്കെ ചെറിയ തട്ടലും മുട്ടലൊക്കെ ഉണ്ട്, അടിയൊക്കെ തട്ടുന്നുണ്ട്. നമുക്ക് എന്തായാലും ഈ സാധനത്തിന് താഴ്ത്ത് വെക്കുക. ഇവരെപ്പോഴും അതെ ഈ സാധനത്തിന് മുകളിൽ കൊണ്ടുവെക്കും. മുകളിൽ കൊണ്ടുവച്ച് എന്താ കാര്യം. എന്തായാലും ഈ സൈഡിൽ ഇട്ട് കൊടുക്കുക. എന്തായാലും താക്കോലൊക്കെ ഇവരുടെ കൊടുക്കുക. ഇവരെന്നെ അങ്ങോട്ട് കൊണ്ടുപോയി കയറ്റി റിപ്പയർ ചെയ്തോളും. നമുക്കെന്തായാലും റിപ്പയർ ചെയ്തതിന് ശേഷം ഇവർ വിളിക്കുമ്പോൾ വരാം. അതുവരെ നമ്മൾ M5 കാണൂല. അതിൻ്റെ ചെറിയൊരു വിഷമമുണ്ട്, അത് സീനില്ല. നമുക്ക് വണ്ടി നന്നാക്കാനല്ലേ, അങ്ങനെയൊക്കെ വേണം. ഈ കേസ് എന്തായാലും ഇത്രയുള്ള വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ഗൈസ്.